അയ്യോ കിടന്ന് ബഹളം വെക്കാൻ ഡോക്ടർ കാഷ്വാലിറ്റിയിൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഉടനെ അങ്ങോട്ട് വരണം. അയ്യോ കരയാതെ കരയാതെ കരയല്ലേ, ഡോക്ടർ ഇപ്പൊ വരും കേട്ടോ. കരയല്ലേ, കരയാതെ. എന്താണെന്ന്? വയറുവേദന, പനിയുണ്ട്, ജ്വരാന്നാ തോന്നേ, തൊട്ടാ പൊള്ളുന്ന ചൂട്. കരയില് കേട്ടോ. പോട്ടെ 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 പോട്ടെ, കരയല്ലേ കേട്ടോ. ആ നിങ്ങൾ പറഞ്ഞ എല്ലാ അസുഖവും ഉണ്ട്, വളരെ സീരിയസുമാണ്. ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. ഡോക്ടർ പ്ലീസ്, എന്റെ വലത് കൈ ഇഞ്ചക്ഷൻ എടുക്കരുത്. അപ്പൊ ഇടത് കൈയിലെടുക്കാം. അയ്യോ അവിടെ ഒട്ടും വേണ്ട. പിന്നെ ശരി, എങ്കിൽ വാ, റൂമിലേക്ക് പോവാം. എന്തിനാ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? പറയാൻ പറയട്ടെ. ദേഷ്യമൊന്നും തോന്നരുത്, എനിക്ക് വല്ലാത്തൊരു പ്രണയം തോന്നുന്നു. ആരോട്? കുറെ നാളായി ഞാൻ തേടി നടക്കുകയായിരുന്നു പ്രേമിക്കാനായി യോഗ്യനായ ഒരാളെ. ഡോക്ടറെ കണ്ടപ്പോ എനിക്ക് പ്രേമിക്കാൻ വേണ്ട യോഗ്യതയൊക്കെ ഉണ്ടെന്ന് തോന്നി. റിയലി ഐ ലവ് യു. സത്യമായിട്ടുള്ള പ്രേമമാണോ അതോ ചുമ്മാ പറ്റിക്കാനാണോ? അയ്യോ സത്യമായിട്ടുള്ളതാ. പ്രേമിച്ചാ മാത്രം മതിയോ അതോ? അത് പോരാ, പിന്നെ കല്യാണവും കഴിക്കണം. ഓഹോ, എന്താ ഇഷ്ടമല്ലേ? ഇഷ്ടമൊക്കെയാണ്, ഞാൻ റെഡിയുമാണ്. പക്ഷെ ചെറിയൊരു പ്രശ്നം. എന്താ അത്? കുട്ടിയെക്കുറിച്ച് കുറെയൊക്കെ ഞാൻ കേട്ടു. മായ എന്നല്ലേ പേര്? മായ വിനോദിനി. കോളേജിലെ ഏറ്റവും വികൃതിയായ പെൺകുട്ടി, ഏറ്റവും വലിയ പണച്ചാക്ക്, ഗ്യാങ് ലീഡർ, നൊട്ടോറിയസ്. ഹോസ്റ്റലിനെ മതിലിയാടുക, രാത്രികാലങ്ങളിൽ കറങ്ങി നടക്കുക, ഉള്ള വൃത്തികേടുകളൊക്കെ ചെയ്യുക, ഇതൊക്കെ പതിവ്. പിന്നെ ലേശം കഞ്ചാവും ലഹരിയൊക്കെ ഉണ്ടെന്നും പറയപ്പെടുന്നു. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ വേറൊന്നുകൂടി ഞാൻ അറിഞ്ഞു. എന്താ അത് കുറച്ച് സോഫ്റ്റായ ഭാഷയിൽ പറഞ്ഞാൽ മായ വിനോദിനി ഒരു പാവമാണ്, ഒരു പാവം അനാഥ, അനോഫൻ. കുറച്ച് ഹാർഷായ ഭാഷയിൽ പറഞ്ഞാൽ മായ വിനോദിനി അച്ഛനാര് അമ്മയാര് എന്നറിയാത്തവളാണ്. അതായത് എവിടെ ജനിച്ചു, ആർക്ക് ജനിച്ചു എന്നറിയാത്ത ഒരു ബാസ്റ്റർ. തന്തയ്ക്കും തള്ളയ്ക്കും പറക്കാത്ത നെറികെട്ട നിന്നെ ഈ യോഗ്യനായ ഞാനെങ്ങനെ പ്രണയിക്കുക? എന്റെയോ എന്റെ അമ്മയുടെ മുഖത്ത് നോക്കാൻ യോഗ്യതയില്ലാത്ത നിന്നെ ഞാനെങ്ങനെ കല്യാണം കഴിക്കുക? ശരി, എന്റെ അച്ഛനെ അമ്മയെ കണ്ടുപിടിച്ച് നിങ്ങളുടെ മുമ്പിൽ നിർത്തി തരാം. അപ്പൊ എന്നെ കല്യാണം കഴിക്കാലോ. പോയി കണ്ടുപിടിച്ചോണ്ട് വാ, എന്നിട്ട് ആലോചിക്കാം. ഇപ്പൊ തൽക്കാലം യു ഗെറ്റ് ഔട്ട്. ഞാൻ വരും, കണ്ടുപിടിച്ചോണ്ട് വരും. ജയന്തി, ജയന്തി, ആകെ കുഴപ്പമായി. മായക്കെതിരെ പോലീസ് കേസ്. ആ ഡോക്ടർ ശ്രീനിവാസൻ പറ്റിച്ച പണിയാ. എങ്ങനെ? ആശുപത്രിയിൽ അനധികൃതമായി കടന്നു, ഡോക്ടറോട് അപമര്യാദയെ പെരുമാറി, ആശുപത്രി ഉപകരണങ്ങൾ നശിപ്പിച്ചു,
പ്രിൻസിപ്പൽ കൈയോടെ പിടിച്ചു വെച്ചിരിക്കുക മായെ കോളേജിൽ നിന്ന് പുറത്താക്കുന്നുള്ള ഉറപ്പാ. ഇപ്പൊ എന്താ ചെയ്യാ? ഞാൻ അച്ഛനെ വിളിച്ച് പറയട്ടെ, പ്രിൻസിപ്പലിനോട് പറയാൻ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നിക്കേ, പ്രിൻസിപ്പൽ മായയുടെ ലോക്കൽ ഗാർഡിന് വരാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആരാ മായയുടെ ലോക്കൽ ഗാർഡിൻ? ശിവപ്രസാദ്. പ്ലാന്റർ, എക്സ്പോർട്ടർ, പൗരപ്രമുഖൻ, വലിയ ആളാ. കോളേജും ഹോസ്റ്റലിനും വേണ്ടി അദ്ദേഹം ചെയ്തിരിക്കുന്ന സഹായങ്ങൾ ചില്ലറയൊന്നുമല്ല. ഒരു പക്ഷെ അദ്ദേഹം തന്നെ കാര്യങ്ങൾ ശരിയാക്കിയേക്കും. അത് നടന്നില്ലെങ്കിൽ പോരെ ജയന്തിയുടെ അച്ഛനെ വിളിക്കുന്നത്? വരട്ടെ, എന്തു വരുന്ന നോക്കട്ടെ. വാ. മാഡം, ഇക്കുറി കൂടി ഒന്ന് മാപ്പാക്കണം. മായയിൽ നിന്നും ഇനി ഇങ്ങനെയൊന്നും ഉണ്ടായില്ലെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ആശുപത്രി അധികൃതരെ കണ്ട് ഞാൻ കേസ് പിൻവലിക്കാൻ ഏർപ്പാടാക്കാം. പോലീസിനും ഞാൻ പറഞ്ഞോളാം. മാഡം ദേവി ഇത് ആക്ഷനൊന്നും എടുക്കരുത്. ഇനി അമ്മായി എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുക. ഒരു ദിവസത്തോടെ നിൽക്കട്ടെ. വാ മോളെ, പോവാം. മായ വന്നില്ലേ? ഇല്ല. മോളെ വാ, വല്ലതും കഴിച്ചിട്ട് കിടക്കാം. എനിക്ക് വേണ്ട. എന്തിനാ കുട്ടി ഇങ്ങനെ ശാഠ്യം? ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. കുട്ടികളായ അല്പ സ്വല്പം വികൃതിയൊക്കെ വേണം. മായക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോളൂ. ആരും ഒന്നും ചെയ്യില്ല. ഒന്നും പറയുക പോലുമില്ല. എന്നെ പുന്നാരിക്ക? എന്തിനാ എന്നെ പുന്നാരിക്കുന്നത്? എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ? അങ്കിളും ആന്റി എന്താ എന്നെ നന്നാക്കാൻ നോക്കുക? ഇതുവരെ ഞാൻ ചീത്തയായിട്ടില്ല, സത്യം. ഇനി ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ എന്തുണ്ടായിട്ടാ മായ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഒന്നും ഉണ്ടാകണ്ട. അങ്കിളും ആന്റിയും കൂടെ ചേർന്ന് എന്നെ പറ്റിക്കുക. പരിചയപ്പെട്ട നാൾ മുതൽ നിങ്ങൾ എന്നെ പറ്റിക്കുക. കുഞ്ഞുനാളിൽ ഞാൻ ചോദിക്കുമ്പോഴൊക്കെ നിങ്ങൾ പറയും എന്റെ അച്ഛനമ്മയും പുറത്താണ്, ഇന്ന് വരും നാളെ വരുമെന്ന്. കുറച്ച് മുതിർന്നപ്പോ നിങ്ങൾ പറഞ്ഞു അവർ രണ്ടുപേരും രണ്ടിടത്താണ്, വഴക്കാണ്, ലീഗൽ പ്രോബ്ലം ആണെന്നൊക്കെ. എല്ലാം നോണ. ഇപ്പൊ പലരും എന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു, ആരാ എന്റെ അച്ഛൻ, ആരാ എന്റെ അമ്മ എന്ന്. എനിക്കറിയണം ആരാ അവര്. എന്താ അവരെന്നെ കാണാൻ വരാത്തെ? ഒരിക്കലെങ്കിലും എന്നെ വന്നൊന്ന് കാണാൻ പറ. എന്നിട്ട് അവർക്ക് എന്നെ വേണ്ടെന്ന് പറഞ്ഞ് പൊയ്ക്കോട്ടെ. എനിക്കൊരു ചുക്കുമില്ല. പക്ഷേ അവരെന്തിനാ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് എന്നെ പറ്റിക്കുന്നേ? എന്തിനാ മാസം മാസം എന്റെ ബാങ്കിലേക്ക് അവര് പണം അയക്കുന്നേ? അങ്കിൾ എന്തിനാ എനിക്ക് അവർക്കിടയിൽ കിടന്ന് ഈ കളി കളിക്കുന്നേ? എനിക്കറിയാം അങ്കിൾ എന്റെ ആരുമല്ല, ബന്ധുവല്ല, മിത്രമല്ല. നിങ്ങളൊരു ചതിയനാണ്, വെറും ചതിയൻ. മായയുടെ അമ്മയും അച്ഛനും ആരാണെന്ന് അറിയാനുള്ള സ്വാതന്ത്ര്യം മായയ്ക്കുണ്ട്. പക്ഷേ അതിനുള്ള സമയമായിട്ടില്ലെന്നാ തോന്നുന്നത്. കൂടുതൽ വിശദീകരിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യവും എനിക്കില്ല. വെറുതെ ബഹളം വെച്ചാൽ മായ എനിക്ക് സഹായിക്കാൻ സാധിച്ചില്ലെന്ന് വരും. എനിക്ക് ഒരാഴ്ച സമയം തരൂ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഒരാഴ്ച പോയിട്ട് ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് തരില്ല. എന്റെ അച്ഛനും അമ്മയെന്ന് പറയുന്നവരുണ്ടല്ലോ, അവരെ ഇനി ഒളിവിലിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളെ കൊണ്ട് അവരാരെന്ന് ഞാൻ പറയിപ്പിക്കും. അവരെ ഞാൻ എന്റെ മുമ്പിൽ കൊണ്ടുവരുവിക്കും. ഇല്ലെങ്കിൽ എന്റെ പേര് മായ എന്നല്ല. ജയന്തി, ഇന്ന് 3 മണിക്ക് ബോട്ടറി ക്ലാസ്സിൽ മായൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. എല്ലാവരും അവിടെ വരെ ഏർപ്പാട് ചെയ്യണം. വാ. വരിക 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 വരിക. പ്രിയമുള്ളവരെ, എന്റെ മിത്രങ്ങളും ഉറ്റവരും ഉടയവരും രക്തസാക്ഷികളും സോറി രക്തബന്ധുക്കളുമായ എന്റെ സതീർത്ഥ്യരെ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള പരിപൂർണമായ പിന്തുണയും സഹകരണവും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. ഇപ്പോഴും നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണയും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇവിടെ ഒരു കളിനാടകം അരങ്ങേറുകയാണ്.
എന്റെ ഈ കൈകളെ ചിറകുകളാക്കി ഒരു തത്തയെ പോലെ, തത്ത വേണ്ട, മാടത്ത ഒരു മാടത്തെ പോലെ താഴേക്ക് പറക്കുകയാണ്. ഇവിടുത്തെ മാറ്റനും കുട്ടികളും പ്രിൻസിപ്പളും അറിയേണ്ടത്, ജനാൽക്കലിരുന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മായാവിനോദിനി കാലുവഴുതി താഴേക്ക് വീണു എന്നാണ്. ആ ഡോക്ടർ ശ്രീനിവാസൻ അറിയേണ്ടത്, പ്രണയനൈരാശ്യം മൂത്ത് മായ രമണിയെ പോലെ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ്. ഉറ്റവരെ, ഇതാ പറക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട പക്ഷി. Shift to the theater. ആരും അങ്ങോട്ട് വരണ്ട. ചത്തോ? ആര്? ഞാൻ. ഇല്ല. ചാകോ? ആര്? ഞാൻ. ഇല്ല. കയ്യോ കാലോ ഒടിഞ്ഞോ? ഇല്ല. ഒരു വിരൽ പോലും? ഛേ, ഒരു നാണം കെട്ട ചാട്ടായി പോയല്ലോ. ഞാൻ അബദ്ധമാ കാണിച്ചത്. 4ാം നിലയിൽ നിന്നും ചാടേണ്ടതായിരുന്നു. ക്ലോസ് ആയി കിട്ടിയേനെ. എന്തിനായിരുന്നു ഇങ്ങനെയൊക്കെ കാണിച്ചത്? പകുതി തമാശയായിരുന്നു. ചത്തില്ലെങ്കിൽ ഇവിടെ വന്ന് കിടക്കാമല്ലോ. ഡോക്ടർ എന്നെ തൊട്ടൊക്കെ ഒന്ന് നോക്കുമല്ലോ. ബാക്കി പകുതി കാര്യമായിരുന്നു. അച്ഛൻ, അമ്മ, ഡോക്ടറല്ലേ എന്നെ വെറുതെ. ആ, പ്രണയ നൈരാശ്യം പറഞ്ഞ് ഡോക്ടർ കോടതി കയറ്റട്ടെ. കേട്ടിക്കോളൂ. ഇപ്പൊ എന്നോട് ലേശം ഇഷ്ടം തോന്നുന്നുണ്ടല്ലേ? ഇല്ലല്ലോ. സത്യം? സത്യം. താങ്ക്സ്. ആ, അമ്മ എങ്ങനെ? ഉണ്ട്, പറയാം. അതിന്റെ പ്രതികാരം വരുന്നതേ ഉള്ളൂ. പിന്നീട് ആട്ടെ. നമസ്കാരം. അല്പനേരം വേണമെങ്കിൽ ഇരുന്നോളൂ, ഞാൻ പോയിട്ട് വരാം. താങ്ക്സ്.
എങ്ങനെയുണ്ട്? മിണ്ടരുത്, എന്നോട് ഒരു അക്ഷരം മിണ്ടരുത്. ഇതെല്ലാം വലിച്ചു പറിച്ചെറിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ഇറങ്ങി ഓടും. ഒരു ചെറിയ പരിശ്രമം നടത്തിയെന്നേ ഉള്ളൂ. ഇതിനേക്കാളും വലിയ ശ്രമങ്ങൾ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. വേണ്ട മോളെ, ഇനി ഇങ്ങനെ ഒന്നും ചെയ്യണ്ട. കൂടുതൽ ടെൻഷനും ആവണ്ട. എല്ലാം പറയാനാ ഞാൻ വന്നത്. എനിക്കറിയാവുന്നതെല്ലാം. ഞാൻ മായയെ ഏറ്റുവാങ്ങിയത് 16 വർഷങ്ങൾക്ക് മുമ്പ് ബോംബെ എയർപോർട്ടിൽ വെച്ചാണ്. അന്ന് നിനക്ക് കഷ്ടിച്ച് 3 വയസ്സ് പ്രായം വരും. അമേരിക്കയിൽ നിന്നും വന്ന ഒരു എയർക്രാഫ്റ്റിലെ എയർ ഹോസ്റ്റസ് ആണ് മായയെ എന്റെ കൈവശം ഏൽപ്പിച്ചത്. എല്ലാം മായയുടെ അമ്മയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ മായയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി. അതും ആ അമ്മയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ ആ അമ്മ എന്നോട് പറഞ്ഞിട്ടില്ല മായയുടെ അച്ഛൻ ആരാണെന്ന്. ഞാൻ ചോദിച്ചിട്ടുമില്ല. ആരാണ് ആ അമ്മ? ആ വിവരം ഞാൻ മായയോട് പറഞ്ഞാൽ ആ അമ്മ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. എങ്ങനെ പ്രതികരിച്ചാലും ഇനി എനിക്കൊന്നുമില്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ വസുന്ധരാദേവിയാണ് മായയുടെ അമ്മ. വസുന്ധരാദേവി? കെ എസ് വസുന്ധരാദേവി, ദി വേൾഡ് ഫേമസ് കർണാട്ടിക് സിംഗർ.